ഹലോ, ഞാൻ സുജിത്. വെൽക്കം ടു SD ടോക്സ്. SD ടോക്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിന്ന്. എപ്പോഴത്തെയും പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. രേഷ്മയാണ് ഇന്ന് നമ്മുടെ അതിഥി. റോസ് ക്യൂൻ എന്നാണ് രേഷ്മയുടെ ഇൻസ്റ്റാഗ്രാം പേര്. ഇൻസ്റ്റയിൽ 38,000 ഫോളോവേഴ്സ് ഉള്ള ആളാണ് രേഷ്മ. രേഷ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വരും. ഹായ് രേഷ്മ, വെൽക്കം ടു SD ടോക്സ്. ഹായ്. ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ നല്ലതായിരിക്കും, ചീത്തയാണ്. കാരണം അച്ഛനോട് പലരും അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ റിലേറ്റീവ് ആണേലും അച്ഛനോട് പറഞ്ഞത് നിനക്കൊരു പെണ്ണല്ലേ എന്നുള്ളത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് ഈ ഒരു സ്ഥിതിയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ വാശിപ്പുറത്താണ് ഞാൻ ഇന്ന് ഇവിടെ ഈ കുവൈറ്റിൽ വന്നിരിക്കുന്നത്. ട്രാവലിംഗ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രാവിലെ പോയിട്ട് വൈകുന്നേരം പറഞ്ഞു. എങ്കിലും ഇനി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമുണ്ടോ? എവിടെ? പട്ടായ പോണം. ഫ്രണ്ട്സുമായിട്ടല്ല, അത് ഫ്രണ്ട്സ് അല്ല. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡോട് അടിച്ചു പൊളിക്കണം ആഗ്രഹമുണ്ട്. അതൊരാഗ്രഹം കേട്ടോ, അത്രേ ഉള്ളൂ. അച്ഛൻ്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഫസ്റ്റ് എനിക്ക് പറയാനുള്ള എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു, എല്ലാവരുടെയും അമ്മ എല്ലാവർക്കും കഷ്ടപ്പെടും, എന്നാലും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരവസ്ഥയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടി ഞാൻ ഈ കുവൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മയാണ്. അച്ഛനെക്കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛൻ ആള് ഇച്ചിരി കടുകട്ടിയാണ്. ഇപ്പോഴാൾ കൊച്ചുമോനായ പിന്നാണ് പുള്ളി ഒരു ഇച്ചിരി മയത്തിലൊക്കെ ആയത്. പിന്നെന്താ പറയണ്ടേ, എനിക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ അമ്മ എൻ്റെ ദൈവമാണ്. എനിക്ക് അമ്മയെക്കുറിച്ചൊന്നും പറയാനില്ല. ഹസ്ബൻഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹസ്ബൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഹീറോയാണ്. എൻ്റെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ അച്ഛനും അമ്മയെ പോലെ തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നു. റീൽസ് ആണേലും ഞാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ റീൽസ് ചെയ്യാനൊന്നും അത് എൻ്റെ കൂടെ നിൽക്കത്തൊന്നുമില്ല. ഞാൻ ഇപ്പം ഞാൻ വിളിച്ചാൽ ചെറിയ എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യും പുള്ളി. എൻ്റെ സന്തോഷം ഞാൻ എപ്പോഴും പറയും, എൻ്റെ സന്തോഷം എൻ്റെ ചേട്ടൻ്റെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം ഓക്കെ നമുക്ക് റീൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് റീൽസിലൊക്കെ പുള്ളി എൻ്റെ കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് പരുമലയാണ്. ഹസ്ബൻഡിന് അമ്മ, ഒരു ചേച്ചി, ഒരു ചേട്ടനുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡോ? ഏറ്റവും മിസ് ചെയ്യണ ഫുഡ് ഏതാ? മിസ് ചെയ്യുന്ന ഫുഡ് നാട്ടിലെ സദ്യ, കപ്പ പുഴുങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, കപ്പ വേവിച്ചത്, മത്തി വറുത്തത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര മിസ്സിങ് മത്തി വറുത്തതാണ്. കുറച്ച് നാളുകൊണ്ട് ഇവിടെ കിട്ടാറില്ല നല്ല മത്തി. സോഷ്യൽ മീഡിയ കൊണ്ട് രേഷ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ഗുണവും ദോഷവും എന്താണ്? സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഗുണങ്ങളൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ എനിക്കൊന്ന് കുറച്ചെങ്കിലും ആൾക്കാർക്ക് എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്. ദോഷം എന്ന് പറയുന്നത് നല്ല ചീത്തപ്പേര് കിട്ടാറുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ അത്ര നല്ലതല്ല എന്നുള്ളൊരു സംസാരം നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ലല്ലോ. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ദോഷം. റീൽസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തിറങ്ങുമ്പോഴേക്കും ഈ റീൽസ് കണ്ടിട്ട് വന്ന് പരിചയപ്പെടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ശല്യമൊക്കെ ഉണ്ടാവാറുണ്ടോ? അയ്യോ, ശല്യമായിട്ടൊന്നുമില്ല. ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന ചേച്ചി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഈ റോസ് ക്യൂൻ എന്ന് പറയുന്നത്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റോസ് ക്യൂൻ എന്ന് പറഞ്ഞാണ്. ഞാൻ പറയാം ആണ്, ചേച്ചിയുടെ റീലൊക്കെ കാണാറുണ്ടെന്ന് പറയും. എന്താണ് ഈ റോസ് ക്യൂൻ? എനിക്കിഷ്ടം റോസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂൻ എന്ന് പറയുമ്പോൾ രാജകുമാരി ചുമ്മാതെ ഞാൻ ഇട്ടതാണ്. എനിക്കിഷ്ടം തോന്നിയാണ്. സ്വന്തമായിട്ട് ഞാനല്ലാതെ പിന്നെ എന്നെ ആര് വിളിക്കും? ഞാനപ്പോൾ സ്വന്തമായിട്ട് ഞാനങ്ങ് പേരിട്ടു, റോസ് ക്യൂൻ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പേരല്ലേ? നല്ല പേര്, അടിപൊളി. രേഷ്മ, ഇവിടെ സാറ്റർഡേയും ഫ്രൈഡേയും നിങ്ങൾക്ക് ഓഫാണ്. എന്താണ് ഈ 2 ദിവസം പരിപാടി? നമുക്ക് ഫ്രൈഡേ ആണെങ്കിൽ പ്രെയർ ഉണ്ട്. അതായത് നമുക്ക് സാരഥി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, യൂണിറ്റിൻ്റെ ഒരു, അതായത് SNDPയുടെ ഒരു യൂണിറ്റാണ്. അവിടെ നമുക്ക് എല്ലാ ദിവസവും വെള്ളിയാഴ്ച നമുക്ക് പ്രാർത്ഥനയുണ്ട്. നമ്മൾ മിക്കവാറും
പ്രാർത്ഥനയ്ക്ക് പോവും. പിന്നെ അതിൻ്റെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവും. പിന്നെ ഈ ഓരോ അസോസിയേഷനൊക്കെ ഉണ്ട്, കോട്ടയം, അങ്ങനെ അസോസിയേഷൻ്റെ പരിപാടിക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ പോവും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊത്ത് അവന്യൂ മാള്, കുവൈറ്റ് സിറ്റി, അങ്ങനെ ഞങ്ങൾ നിങ്ങൾ കാണാറുണ്ട് എൻ്റെ റീൽസിലൊക്കെ. ഞങ്ങളിങ്ങനെ അങ്ങനെയൊക്കെ പോവും. കുവൈറ്റിൽ ഒരുവിധം എല്ലാ സ്ഥലവും കണ്ടിട്ടുണ്ടായിരുന്നോ? കുവൈറ്റിലല്ലേ അങ്ങനെ കാണാൻ ഒത്തിരി സ്ഥലമൊന്നും ഇല്ലല്ലോ. അവന്യൂ മാളിൽ പോയി, കുവൈറ്റ് സിറ്റി പോയി, അത്രയൊക്കെ ഉള്ളൂ. ഞാനധികം അങ്ങനെയൊന്നും പോയിട്ടില്ല. പുറത്ത് പബ്ലിക്കിൽ നിന്ന് വീഡിയോ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് റീൽസൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക്കിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ചമ്മലൊക്കെ തോന്നാറുണ്ടോ? പബ്ലിക്കിൽ നിന്ന് റീൽസ് എനിക്ക് സപ്പോർട്ടിന് അവൾമാരുള്ളപ്പോൾ എനിക്ക് അങ്ങനെ ചമ്മലൊന്നുമില്ല. നമുക്ക് സപ്പോർട്ടിന് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചമ്മലായിട്ടുള്ളതിൻ്റെ ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നമ്മളെ കളിയാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരാണേലും നമ്മുടെ കൂടെ ഉള്ളവരാണേലും കൂടെ വർക്ക് ചെയ്യുന്നവർ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മളെ കളിയാക്കും. അപ്പം അന്നേരം കളിയാക്കുമ്പോൾ നമുക്ക് ഇവർ കളിയാക്കുമ്പം ഞാനത് മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ കളിയാക്കിക്കോട്ടെ, ഞാൻ എൻ്റെ ഇതിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു രീതിയിൽ. അപ്പം പക്ഷേ ചിലപ്പോൾ സമയങ്ങളിൽ ചിലർ നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു വിഷമമാവും. പക്ഷേ ഈ പറയുന്നവരൊക്കെ റീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരോട് നെഗറ്റീവ് പറയാൻ പോകുന്നില്ല. നിങ്ങൾ റീൽ അങ്ങനെയാണ്, നിങ്ങളിങ്ങനെ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും നമ്മൾ ആരോടും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മളൊരു റീലെടുത്ത് പോസ്റ്റ് ചെയ്യുമോ, അല്ല നമ്മൾ അയ്യേ നീ എന്താണ് ചെയ്തത്, എന്താ അയ്യേ അങ്ങനെയൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇപ്പം നമുക്കെല്ലാവരും ഡാൻസറൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും പാനൊന്ന് ഒരുങ്ങി ഇറങ്ങുമ്പം ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി റീൽ എടുക്കുന്നത്. അത് സ്റ്റെപ്പ് പഠിച്ചിട്ടൊന്നും അല്ല നമ്മൾ റീൽ എടുക്കുന്നത്. നമ്മളത് കളിച്ച് പോസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇപ്പം എക്സാമ്പിൾ നമ്മുടെ മിനി ആണേലും അല്ലെ അനു ആണേലും അവളുടെ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ പോലും അവരെന്നോട് പറയും എടി വേണ്ടടി അത് അപ്ലോഡ് ചെയ്യണ്ട, ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുപോലും അവൾമാർ എന്നോട് പറയില്ല. മതിയടി കുഴപ്പമില്ല നീ ചെയ്തോ എന്ന് പറയും. അത്രയ്ക്ക് കോൺഫിഡൻസോടുകൂടി അവൾമാർ എനിക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം അവരോട് ഓരോരുത്തർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കതൊരു വിഷമാവും, നീ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ അവരോട് പറയുമ്പോൾ നമുക്കൊരു വിഷമമായി. എന്നോട് പിന്നെ ഒന്നും പറയാൻ വരത്തില്ല, കാരണം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്നെ കൊള്ളുവോ കൊള്ളാതിരിക്കുക, അത് എൻ്റെ പേഴ്സണൽ കാര്യം, അതിന് മറുപടി ഞാൻ കൊടുക്കും. അവരോട് പറയുമ്പോൾ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ് അവരെൻ്റെ കൂടെ നിൽക്കുന്നത്. അവരെ ആരും അങ്ങനെ പറയുന്നത് എനിക്ക് താല്പര്യമില്ല. ഓക്കെ രേഷ്മ, എപ്പോഴെങ്കിലും ഈ സ്വാഭാവികമായിട്ടും ഈ റീൽസ് ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും. ഫാമിലിയിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്കിനി ഇത് വേണ്ട അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ? ഹസ്ബൻഡ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛന് ഇഷ്ടമല്ല സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യുന്നത്, നമ്മളധികം ഇത് ചെയ്യുന്നത്. അച്ഛൻ വഴക്ക് പറയുമ്പോഴാണേലും അമ്മ പറയും നമ്മളവളെ കല്യാണം കഴിച്ച് വിട്ടതല്ലേ, അവൻ അവിടെ കാര്യം നോക്കിക്കോളും, നിങ്ങളൊന്നും പറയണ്ട എന്ന് പറയും. അച്ഛന് താല്പര്യമില്ല അങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ കൂടുതൽ ഇടുന്നതിനോ. അച്ഛൻ അങ്ങനത്തെ കാര്യം പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. ഇപ്പോൾ അച്ഛൻ മാറി വരുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയാറില്ല. പലർക്കും പല ക്രൈസ് ഉണ്ടാവും. രേഷ്മയ്ക്ക് എന്താണ് ക്രൈസ്? ചിലർക്ക് വാച്ചായിരിക്കും ക്രൈസ്, ചിലർക്ക് വണ്ടി ആയിരിക്കും ക്രൈസ്. എന്താണ് രേഷ്മയുടെ ഒരു ക്രൈസ്? എനിക്ക് അങ്ങനെ നോസ്പിൻ, മൂക്കുത്തി, പല ടൈപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വേറെ ഇത് നമ്മുടെ റിങ്. ഒരു റോൾ മോഡൽ ഉണ്ടോ? ആരാ? എൻ്റെ അമ്മ. അമ്മയാണ് റോൾ മോഡൽ? എനിക്ക് വേറെ ആരും പറയാനില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് കേട്ടോ ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തി. എല്ലാ കാര്യങ്ങൾ കൊണ്ടാണേലും എനിക്ക് എൻ്റെ അമ്മ, വേറെ ഒന്നും എനിക്കില്ല പറയാൻ. ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ എൻ്റെ അമ്മയുടെ ഒറ്റ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ ഒരു പ്രൊഫഷനിൽ വന്നിരിക്കുന്നത്. രേഷ്മ ഒരുപാട് വീഡിയോ ചെയ്തു, അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ വീഡിയോ, പിന്നെ ഏറ്റവും കൂടുതൽ രേഷ്മയ്ക്ക് പെട്ടെന്ന് നിൽക്കുന്ന ഒരു വീഡിയോ അതേതാ? എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ചായ ഒരു വീഡിയോ ഞാൻ എൻ്റെ മോനൂടെ നാട്ടിൽ ചെന്ന് ചെയ്തതാണ്. അത് 1.4 മില്യണോളം അടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ റീൽ ആണത്. പക്ഷേ ഇതിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ മോനൂടെ അത് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ്, അതെനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ റീലിന് വേണ്ടി ചെയ്യുന്നതല്ലേ. എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് റീൽസ് എടുക്കാൻ. അപ്പോൾ അവൻ എന്നോട് വന്ന് പറയും അമ്മ നമുക്ക് റീൽസ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അന്നേരം നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ്. നമ്മളതൊന്നും ഉദ്ദേശിച്ചോ അല്ല അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചോ ഒന്നുമല്ല ആരും റീൽസ് ഇടുന്നത്. പക്ഷേ ഞാനത് റീൽസ് പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതിന് 17.2K ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, 344 കമൻറ്റ്,
5222 ഷെയറും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോനും ആ ചെയ്തതെന്ന് പോലും ഇല്ലാത്ത രീതിയിലുള്ള കമൻസാണ്. അതിനുള്ള മറുപടി ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. എനിക്ക് സന്തോഷം ഉണ്ടായ പോലെ തന്നെ അത് ദുഃഖമായി. കാരണം എൻ്റെ മോൻ്റെ റീൽസിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നത് വളരെ വൃത്തിയായിട്ട കമൻസുകൾ ഇട്ടിട്ടുള്ളവരുണ്ട്. പക്ഷേ എനിക്കതിലൊരു ഇതൊന്നും ഇല്ലാതെ വിവരമില്ലായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. രേഷ്മ, പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ പേയ്മെൻ്റ് ഉണ്ട്. അപ്പം രേഷ്മയ്ക്ക് ഇപ്പോൾ 38,000 ഫോളോവേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പേയ്മെൻറ്റിൻ്റെ ഒന്ന് പറയാമോ? കാരണം പലർക്കും അറിയണം എന്നുള്ള താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിലെ പേയ്മെൻറ്റ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേയ്മെൻറ്റും കിട്ടുന്നില്ല. പക്ഷേ ഞാൻ പൊതുവേ എല്ലാവരും പറയുന്നത് കേൾക്കാം, എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും പലരും ഇങ്ങനെ പറയുന്നത് പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനമില്ലേ, റീൽ ചെയ്യുന്നതിന് കിട്ടുന്നില്ല? എനിക്കൊന്നും കിട്ടുന്നില്ല. വിനിയല്ല വിനി, അനു, ടീന അവരാരും ചോദിക്കുന്നില്ല. കാരണം അവർക്കറിയാം എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ചുമ്മാ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി റീൽ ചെയ്തു. എങ്ങനെയോ 38K ഫോളോവേഴ്സായി. ഞാൻ അത് അത്രയും ആയതോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഇല്ലേ, നീ കൊളാബ് ചെയ്യരുതോ? അങ്ങനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വീഡിയോ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടല്ല ഞാൻ റീൽ ചെയ്യുന്നത്. എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് ഒരു വരുമാനവും ഇല്ല. അതെല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്. ഞാൻ ചുമ്മാതെ എൻ്റർടൈൻമെൻറ്റിന് മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. ഈ ടാറ്റു അടിച്ചിട്ടുണ്ട് കയ്യിലൊക്കെ. ഉണ്ട്. ടാറ്റു അടിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ രേഷ്മ ഇപ്പം കയ്യിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും അങ്ങനെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ ഈ ടാറ്റു അടിക്കുന്നത് എന്തെങ്കിലും ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആളാണോ? ടാറ്റു അടിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കപ്പിൾ ടാറ്റു അടിക്കണമെന്ന്. എൻ്റെ ഹസ്ബൻഡിന് പേടിയായിരുന്നു. അപ്പോൾ പുള്ളി ടാറ്റു അടിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ഞാൻ പുള്ളിയുടെ നെയിം ഇങ്ങനെ എൻ്റെ കയ്യിൽ അടിച്ചായിരുന്നു. അടിച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ ഇതടിച്ചിട്ടൊരു 6 വർഷത്തോളമായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ ചേട്ടൻ്റെ പേരടിച്ചു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു ദിവസമല്ല, ഇപ്രാവശ്യം ലീവിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ടാറ്റു ചെയ്യാൻ പോകാം, നമുക്ക് കപ്പിൾ ടാറ്റു അടിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ പേടിയുണ്ടോ? ഇല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അടൂർ പോയി ഞങ്ങൾ കപ്പിൾ ടാറ്റു അടിച്ചു. അപ്പോൾ കപ്പിൾ ടാറ്റു എന്ന് പറയുമ്പോൾ ഇത് 2 ഫിഷാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ കപ്പിൾസിൻ്റെ പേരാണ് വരേണ്ടത്. പക്ഷേ ഓൾറെഡി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ എൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ നെക്കിൽ നമ്മുടെ ഫിനിക്സ് പക്ഷിയെ ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരത്തിൽ നിന്ന് ഉയർന്നു വരിക, അതിൻ്റെ അർത്ഥമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എന്ന് പറയുമ്പം നമ്മുടെ ഐശ്വര്യമാണെന്നാണ് പറഞ്ഞത്. മീനാണ്. 2 മീനാണ്. കപ്പിളല്ലേ? അപ്പം ഞാൻ അങ്ങനെ അവിടെ അർത്ഥം ചോദിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഓൾറെഡി ഇത് ഞാൻ 6 വർഷമായിട്ട് ചെയ്തിട്ട് ഫെയ്ഡായി പോയായിരുന്നു. ഞാനിത് റീടാറ്റു ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ കൂടെ കൊടുത്തു. ഇതിപ്പോൾ ചെയ്തിട്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. പിന്നെ ടാറ്റു അടിക്കുമ്പോൾ ദോഷമുണ്ടെന്ന് പറയുന്നു. ഇപ്പം പറയുന്നു ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൊതുവേ പറയുന്നത് HIV, HBsAg, HCV അങ്ങനെ അസുഖങ്ങൾ പടരുന്നുണ്ടായിരുന്നു പണ്ട്. അത് നല്ലയിടത്ത് നല്ല സ്റ്റെറിലൈസ്ഡായിട്ട് ചെയ്യുന്നവരുണ്ട്. നല്ല ടാറ്റു സെൻ്ററുകളുണ്ട്, അവിടെ പോയാൽ ചെയ്യാവൂ. അല്ലാതെ ഈ റോഡർമിലൊക്കെ ടാറ്റു ചെയ്യുന്നവരുണ്ട്, അവരുടെ അടുക്കലൊന്നും പോയി ചെയ്യരുത്. ഇപ്പം ഞാൻ ബ്ലഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലഡ് ബാങ്ക് ടാറ്റു കുത്തിയ ആൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് കൊടുക്കാനുള്ള ഓപ്ഷനുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം നമ്മുടെ ബോഡിയിൽ ഇതായി വരുന്നത് ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയം എടുക്കും. ആ ഒരു പീരീഡ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും സമയം കൊടുക്കുന്നത്. അല്ലാതെ ടാറ്റു അടിക്കുന്ന ദോഷമെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ്. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, നമ്മളത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പോവുക. എൻ്റെ ഒരു പോളിസി അതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പോളിസി അതാണ്. ഞങ്ങൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ആത്മാവ് ഇങ്ങനെ കിടന്ന് കറങ്ങില്ലേ, ഞാനത് ചെയ്തില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്താണോ താല്പര്യം അത് നമ്മുടെ പാർട്ട്ണർ കേട്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് മുന്നോട്ട് പോവുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഇഷ്ടമുള്ള ഒരു കാര്യം. ഇന്നിപ്പോൾ നമുക്ക് പലതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും. ഇഷ്ടമുള്ള ഒരു കാര്യം മറ്റുള്ളവർ എന്ത് പറയും, എന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ച് വേണ്ടെന്ന് വെക്കാറുണ്ടോ? ചേട്ടാ, അത് ഇപ്പം ശരി, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളായിരുന്നു. അയ്യോ, ഞാനത് ചെയ്താൽ അവരെന്നെക്കുറിച്ച് എന്ത് പറയും. അപ്പം ഞാൻ ഇവിടെ ഈ കുവൈറ്റിൽ വരുന്നിടം വരെ എനിക്ക് ആ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, നീ അത് ചെയ്താൽ അവരെന്ത് പറയും, നീ എന്തിനാണ് അവരെ നോക്കുന്നത്, നിൻ്റെ കാര്യമല്ലേ, അല്ലെ നിൻ്റെ കൂടെ നടക്കുന്നവരെ കാര്യം നീ നോക്കിയാൽ പോരെ, നിന്നെക്കുറിച്ച് അവരെന്തും പറഞ്ഞോട്ടെ, നീ അത് മൈൻഡ് ചെയ്യുന്നത് എന്തിനാ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും, നീ എന്താണെന്ന് എനിക്കറിയാം,
ഞാൻ നീ എന്തിനാണ് മറ്റുള്ളവരെ ഞാനിത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മളെപ്പോഴും ബാക്കൗട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ എക്സാമ്പിൾ ഒരു റീല് ഞാൻ എടുത്തു. ഞാൻ ആ റീല് നോക്കിയിട്ട് ഞാനിതിട്ട് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചോണ്ടെന്ന് എനിക്ക് ആ റീലിടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ റീഡ് ഇടുക, അതിൻ്റെ അടി കമൻറ്റ് ഇടുന്നവർ കമൻറ്റ് ഇട്ടോട്ടെ. അതേക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഇഷ്ടംപോലെ നെഗറ്റീവ് ഞാൻ കേട്ടിട്ടുണ്ട്. റീൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഇഷ്ടംപോലെ നെഗറ്റീവ്. ഞാൻ ആ നെഗറ്റീവ് കേട്ട് റീല് നിർത്തിപ്പോയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ 38K ഫോളോവേഴ്സിൽ നിൽക്കുമോ? പറയുന്നവർ പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ഒത്തിരി ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഡൗൺ ആയ സമയത്തും എനിക്ക് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫ്രണ്ട്സ്, അവരെല്ലാം എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര സപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരുടെ അടുക്കെ അവർ എൻ്റെ കൂടെ പോസിറ്റീവായിട്ട് നിന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രേഷ്മയുടെ ഇൻസ്റ്റാഗ്രാം ID വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കയറി ഫോളോ ചെയ്യുക. അതുപോലെ ഇനിയും SD ടോക്സിൻ്റെ അടുത്തടുത്ത എപ്പിസോഡുകൾ വരും. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.